എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനേഷൻ, അതുപോലെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം എക്സാമിനേഷൻ, സ്കോൾ കേരള, അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് +1 +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷൻ, കമ്പാർട്ട്മെൻ്റൽ വിഭാഗം എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ അവസാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു മാർച്ചിലെ പരീക്ഷയാണ് നിങ്ങൾ ഇതുവരെ +2 അല്ലെങ്കിൽ +1 ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ +1 പരീക്ഷ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും ഈ ഒരു പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഇനി ഫൈനോട് കൂടിയുള്ള അപേക്ഷയാണ് ഇനിയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് ഈ വർഷത്തെ, അതായത് ഈ വർഷത്തെ അല്ല, 2025 നിങ്ങൾ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതാനായിട്ട് ഇരിക്കുന്നത് എങ്കിൽ ഈ ഒരു പരീക്ഷയാണ് നിങ്ങൾ നിലവിൽ ഇപ്പോൾ എഴുതേണ്ടത്. ഇതിൽ ജയിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ ഇതുവരെ നൽകിയിട്ടില്ല എങ്കിൽ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക്, അതായത് ഇന്ന് അത് നവംബർ 20-ാം തീയതി വരെയായിരുന്നു 20 രൂപ ഫൈനോട് കൂടിയുള്ള അപേക്ഷ. ഇനി 23-ാം തീയതി വരെയാണ്, അതായത് ഈ ഒരു 20 രൂപ ഫൈനും അതിനോടൊപ്പം എക്സ്ട്രാ ഓരോ വരുന്ന ദിവസങ്ങൾക്കും 5 രൂപ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു 23-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. 23 എന്ന് പറയുമ്പോൾ ഏകദേശം ശനിയാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ശനിയാഴ്ച ആയിരിക്കും നിങ്ങൾക്ക് 23-ാം തീയതി വരുന്നത്. അപ്പോൾ ആ 23-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ആ ഒരു അപേക്ഷ സ്കൂളിൽ നൽകേണ്ടതാണ്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് 28-ാം തീയതി വരെയാണ്. അതായത് 28-ാം തീയതി വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം 600 രൂപ കൂടി ഫൈനായിട്ട് എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ടി വരും. അതായത് നിങ്ങൾ എത്ര രൂപയാണ് ഫീസ് അടക്കുന്നത്, ആ ഒരു ഫീസിനോടൊപ്പം 600 രൂപയാണ് 28-ാം തീയതി വരെ പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു 20 രൂപയും അതിനോടൊപ്പം എക്സ്ട്രാ വരുന്ന ഓരോ ദിവസം എന്ന് പറയുമ്പോൾ 23-ാം തീയതി എന്ന് പറയുമ്പോൾ 20-ന് ശേഷം 21, 22, 23, നിങ്ങളിപ്പോൾ 23-ാം തീയതിയാണ് ഈ ഒരു ഫീസ് അടക്കുന്നത് എങ്കിൽ ഈ ഒരു 3 ദിവസം എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 5, 15, അപ്പോൾ 35 രൂപ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ ഫീസിനോടൊപ്പം അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു നാളെ തന്നെ പോയിട്ട് ഈ ഒരു അപേക്ഷ നൽകിയിട്ടില്ലെങ്കിൽ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫീസിൻ്റെ കാര്യമാണ്. ഫീസിൻ്റെ കാര്യം പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ സാധാരണ ഇപ്പോൾ +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 240 രൂപയാണ് ഫീസ്. +2 ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 270 രൂപയാണ് ഫീസ് വരിക. ഇനി നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ, പ്രാക്ടിക്കൽ കൂടി എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 175 പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ 150, പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ 175 രൂപയാണ് വരിക. ഇതിനോടൊപ്പമൊക്കെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വിദ്യാർത്ഥികൾ അടക്കണം ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 3 വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. എന്തെങ്കിലും കാരണവശാൽ +1 പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 സബ്ജക്റ്റിനോടൊപ്പം നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് അത്രയും കൂടി എഴുതാം. അതായത് 4, 5 ഒക്കെ എഴുതാൻ സാധിക്കും. വേണമെങ്കിൽ 6 വിഷയം വേണമെങ്കിലും എഴുതാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ, അതായത് +2 ഫെയിൽഡ് ആണ് അല്ലെങ്കിൽ +1 ഫെയിൽഡാണ്, ടോട്ടലി +1 +2 ഓൾറെഡി പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ജയിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആകെ ഒരു 2 വർഷത്തെ സെയിം സബ്ജക്റ്റ് ആണെങ്കിൽ 225 രൂപ + 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. അത് നിങ്ങളിപ്പോൾ +1 +2 2 വർഷത്തെയും തോറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 വർഷത്തെ ഡിഫറൻറ്റ് സബ്ജക്റ്റുകളാണ് തോറ്റിട്ടുള്ളതെങ്കിലും അവ ഒരുമിച്ചാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആകെ ഒരു സബ്ജക്റ്റിന് 2 വർഷത്തെയും എഴുതുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ 1 വർഷത്തെ എഴുതിയാലും, അല്ലെങ്കിൽ +2 മാത്രമാണ് എഴുതുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് 225 രൂപയാണ് ഫീസ് ഒരു വിഷയത്തിന് വരിക. അതിനോടൊപ്പം ഈ ഒരു ടോട്ടൽ എത്രയാണോ ഫീസ് വരുന്നത് അതിനോടൊപ്പം 50 രൂപയും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫൈന് കൂടി നിങ്ങൾക്ക് അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ നാളെ തന്നെ പോയിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.